മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എവിടെ പോകുന്നു പമ്മി പമ്മി? അപ്പൂപ്പ ഇവിടെ വല്ലതും കേറി ഇരിക്കാൻ നോക്ക്. പണ്ടത്തെ പോലല്ല, ഇപ്പൊ അപ്പൂപ്പന് വയ്യ. അപ്പൂപ്പൻ വയ്യാന്ന് പറഞ്ഞോണ്ട് വീടിനകത്ത് കയറി ഇരുന്നാന്തല്ലേ ശരീരത്തിൽ രക്തമോടണ്ടേ, തീരെ വയ്യാതായി പോവും. അങ്ങനെയാണെങ്കിൽ ആ പാർമലയുടെ സ്ഥലോട്ട് വെക്കോ. അപ്പൂപ്പൻ ജംഗ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളം അടിക്കും. വെള്ളം അടിക്കാനാ? അപ്പൂപ്പൻ വെള്ളം അടിക്കാതെ നിർത്തി മക്കളെ. നിർത്തിയാലും ഇല്ലെങ്കിലും പുറത്തോട്ട് പോണ്ട, അകത്തേക്ക് കയറാ. മെർലിൻ ചേച്ചി വരുന്നു. എന്തൊക്കെയുണ്ട് മേരി വേള വിശേഷങ്ങൾ? മേരിയോ? മേരി അല്ല, മെർലിൻ. നമ്മളെ നാട്ടില് മേരി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അതിന്റെ ഓർമ്മ എനിക്ക് വന്നുപോയതാണ്. അല്ല, അപ്പൂപ്പൻ എപ്പോഴെത്തിയേ? ഞാൻ 3-4 ദിവസമായി വന്നിട്ട്. മെർലിൻ ചേച്ചി ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. ഞങ്ങളെയൊക്കെ അങ്ങ് മറന്നാ? ഞാനല്ലോ, നിങ്ങളല്ലേ എന്നെ മറന്നേ? ചേച്ചി എങ്ങനെ മറക്കാനാ ഞങ്ങള്? മോളെ, ഏതുവരെയായി കാര്യങ്ങളൊക്കെ? അച്ഛൻ മയപ്പെട്ട 3-4 വർഷം കഴിയുമ്പം കല്യാണം നടത്താനുള്ളതാണ്. 3-4 വർഷോ? 2-3 മാസം കഴിയുമ്പോ കല്യാണം ഉറപ്പാ. നീ കേശുവിന് അതിനുള്ള പക്വതയൊക്കെ വരണ്ട വെക്കടാ. എനിക്ക് യേശുവിനല്ലല്ലോ കെട്ടാൻ പോകുന്നത്. അതെന്തങ്ങനെ? വേണ്ട, അളിയനും ചേച്ചിയോന്ന് തോന്നുന്നു. ഇവരോട് പോയതാ? കുഴിപ്പളത്ത്. അല്ല, അവിടെ അങ്ങ് നിന്ന ചേച്ചി. അവക്ക് കുഴിപ്പളത്ത് അപ്പൂപ്പനെ അമ്മൂമ്മനെയൊക്കെ കണ്ടു കഴിഞ്ഞ പറ്റി നമ്മളെ ഒന്നും വേണ്ടല്ലോ. മെർലിനെ പറ്റി ഇപ്പൊന്നുള്ളൂ. മെർലിനെ, ഇതാണ് സിദ്ധു, എന്റെ അക്കരയിലെ മാരൻ. അക്കരയിലായിരുന്നു, ഇപ്പൊ ഇക്കര എത്തി. സിദ്ധുവിന്റെ ആളെ മനസ്സിലായോ? ഇത് മെർലിൻ. മെർലിനെ പിന്നെ എനിക്ക് അറിയത്തില്ലേ, ഒരുപാട് തവണ കേശുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ആദ്യമായിട്ടാ കാണുന്നേ. അതെ. ഹായ് അളിയ. സോറി ചേട്ടാ. ഒരു കുഴപ്പമില്ല, അളിയെന്ന് വിളിച്ചു. മെർലിന്റെ വീട് ഇവിടെ അടുത്ത് എവിടെയല്ലേ? അവിടെ അടുത്ത് തന്നെ, പക്ഷെ കുറച്ച് ഇവിടുന്ന് പോണം. അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു? എന്നാലും മെർലിൻ കൊള്ളാൻ കേട്ടാ. സിദ്ധു വന്നിട്ട് 2 ആഴ്ചയായി. ഇപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ തോന്നിയത്? വരാൻ പറ്റിയ സാഹചര്യത്തിലും നല്ലായിരുന്നു ചേച്ചി, അതാ. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയത് മോൾ ഇങ്ങോട്ടുണ്ട്. എങ്ങോട്ട് ഇറങ്ങിയതാ? ഞാൻ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് മക്കളെ. മോളെ ഷെർലിനെ. ഷെർലിൻ അല്ല അപ്പൂപ്പ, മെർലിൻ. എന്തൊരു ഇളവാവട്ടെ മോള് കേശുവിനല്ല കല്യാണം കഴിക്കാൻ പോകണമെന്നൊരു വകുപ്പ് എനിക്ക് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴത്തെ വകുപ്പൊക്കെ അങ്ങനെയാണ് എന്റെ അപ്പൂപ്പ. എന്തായാലും മെർലിൻ വാ, കേശവത്തുണ്ടാവും. വാ ചേച്ചി. ചേച്ചി, അപ്പൂപ്പനാണെങ്കിൽ മുങ്ങാൻ നിന്നയാ. ഞാൻ കൈയോടെ മുക്കി. മുങ്ങാൻ നിന്നതാ? എങ്ങോട്ട്? ജംഗ്ഷനിലോട്ടാ? ഞാൻ കടയിൽ പോകാൻ വേണ്ടി ഇരുന്നത്. തൽക്കാലം നമുക്ക് അകത്തേക്ക് പോവാ. അപ്പൂപ്പോ എങ്ങോട്ടും പോകുന്നില്ല. അപ്പൂപ്പന് ഞാൻ ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സാധനം? അത് ഞാനും അപ്പൂപ്പനും തമ്മിലുള്ള ഡീലാണ്. നടക്ക്. കരയല്ലേ മോളെ, കരയണ്ട. ദൈവം വിധിച്ചതല്ലേ നടക്കത്തുള്ളൂ. 2 വീട്ടുകാർ തമ്മിൽ സംസാരിച്ചെന്നല്ലേ ഉള്ളൂ. നമുക്ക് നോക്കാം. എന്ത് നോക്കാനാ അമ്മൂമ്മ? മിക്കവാറും അടുത്ത വർഷം തന്നെ എന്റെ കല്യാണം ഉണ്ടാവും. ചേച്ചിയുടെ വീട്ടിലെ കല്യാണത്തിനൊക്കെ ചിക്കനും മട്ടനും പിന്നെ ഐസ്ക്രീമും ഒക്കെ കാണും. ചേച്ചി, ഞങ്ങളെ വിളിക്കാവോ? ഒന്നും മിണ്ടാതിരി പറ. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ. അടുത്ത വർഷമല്ലേ ഉള്ളൂ, ഇനി സമയമുണ്ടല്ലോ. அம்மா சமையெல்லாம் இல்லம்மா. இப்ப நவம்பர் ஆச்சு, டிசம்பர் ஜான்வரி, அதுக்குள்ள அடுத்த வருஷம் ஆச்சுல்ல. പറഞ്ഞ പോലെ ശരിയാന്നല്ലോ, അത് ഞാൻ ഓർത്തില്ലെന്നേ. ചേച്ചിയുടെ അമ്മ എന്താ പറഞ്ഞു? അമ്മ എന്തു പറയാനാ? നീ എന്തോന്നും മിണ്ടാതിരിക്കുന്നേ? ഞാൻ എന്ത് മിണ്ടാന്? ഇത്രയും കാലം ഞാൻ എന്തിനു ചെയ്തോണ്ടിരുന്നു? വടിവലി നിൽക്കുക, അത് തന്നെയല്ലേ ഇപ്പോഴും അത് തന്നെ ചെയ്യണം. മോനെ, നീ സിദ്ധുവിനോട് സംസാരിച്ചായിരുന്നോ? ഓ അമ്മ സംസാരിച്ച്. അളിയനെ മിക്കാറുള്ള കാര്യമൊക്കെ അറിയാം. அப்ப சித்து என்ன சொன்னா? അളിയ എന്തിനാ സൊല്ലായി? അപ്പൊ അളിയനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അളിയ അവിടെ സങ്കടപ്പെട്ടിരിക്കുന്നു. മോള് സിദ്ധുവിനെ കണ്ടായിരുന്നോ? കണ്ടായിരുന്നു അമ്മൂമ്മ, ഞാൻ വന്നപ്പോ കണ്ടായിരുന്നു.
സിദ്ധു നമ്മുടെ കുടുംബത്തിൽ വന്നു കയറിയ ആളാന്ന് വിചാരിക്കണ്ട. നമ്മുടെ കുടുംബത്തിലുള്ള ആള് തന്നെയാ. മക്കൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും സിദ്ധുവിനോട് സംസാരിക്കാം. എനിക്ക് വീട്ടിൽ വന്നു കയറാനുള്ള ഭാഗ്യമില്ലെന്ന് കരുതി സമാധാനിക്കാം അല്ലേ? അയ്യോ അങ്ങനൊന്നും പറയല്ലേ. ചേച്ചി അങ്ങനൊന്നും പറയല്ലേ, നമുക്ക് സങ്കടമാകത്തില്ലേ? ഞാൻ ഇത് എന്തൊരു ചെയ്യാനെന്നാണ് എനിക്കറിയാത്തത്. കേശു, നീ ടെൻഷൻ അടിക്കണ്ട. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. നിന്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവും. നിങ്ങളൊരു കാര്യം ചെയ്യ്, ചെന്നൊന്ന് സംസാരിക്കും നിങ്ങൾ. അപ്പം നിങ്ങളുടെ മനസ്സിന്റെ വിഷമം ഒക്കെ മാറും. ചെല്ല് യേശു, ചെല്ലടാ. போய் பேசு. ഹോയ്, ആ ലച്ചുസേ, ഇത് എവിടായിരുന്നു? ഞാൻ ആ സിറ്റ് ഔട്ടിലുണ്ടായിരുന്നു. അവിടെ കേശുവും കനകാന്റിയും മെർലിനും പാറും എല്ലാരും കൂടെ വൻ ചർച്ച. സത്യം പറഞ്ഞാലേ അവരുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. രണ്ടുപേരും ഭയങ്കര ലോയലായിട്ടും ആത്മാർത്ഥമായിട്ടൊക്കെയാണ് നിക്കണത്. എന്നിട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. കേശുവിന്റെ പ്രായമാണ് പ്രശ്നം. അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെർലിന്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിക്കുക, എന്നിട്ട് ഉറപ്പിച്ചു വെക്കുക. ഒരു 4-5 വർഷം കഴിയുമ്പോൾ കല്യാണം. ബെസ്റ്റ്. സംസാരിക്കാനൊക്കെ നോക്കിയതാണ്. പക്ഷെ അവളുടെ ഡാഡി ഉണ്ടല്ലോ, വിൽസൺ ഗോമസ്, പുള്ളി ഇച്ചിരി വിഷയമാണ്. കയ്യിലാണെങ്കിൽ പൂത്ത കാശും അതിനൊത്ത അഹങ്കാരം. ഒരു കാര്യം ചെയ്യും, മെർലിനെ വിളിച്ചോട്ടോ, ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്തിന്? ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്ത് സംസാരിക്കാൻ? വിളിച്ചോട്ടോ. അലമ്പാക്കി കൈ തരുമോ? ഏയ്, ഏത് സാധനം? പുറത്തോട്ട് പറഞ്ഞില്ലേ സാധനം? ആ സാധനം ധൃതിയായല്ലേ? കുറച്ച് കഴിയുമ്പോ ഞാൻ സെറ്റ് ചെയ്ത് തരാന്ന്. ആൾക്കാരറിയും. പയ്യ മതി, സാധനം ഉണ്ടല്ലേ? സെറ്റ് ചെയ്തിരിക്കും. അത് മതി. സാധനം ഉണ്ടാ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അത് മതി. ശങ്കര, ഓ, നീ ഒന്നും വല്ലതും കഴിക്കുന്നുണ്ടോ? എനിക്കിപ്പം വിശക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. വിശപ്പുണ്ടെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഓ സിദ്ധുമോനെ, മോൻ വന്ന് കഴിക്കും. സമയം എത്ര ആയെന്നാ വിചാരം? നീ എന്തിനു ഈ കിടന്ന് ഒപ്രാളപ്പെടുത്തുന്നത്? അവർക്ക് വേണമെങ്കിൽ വന്ന് കഴിച്ചോളും. എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് ബാ ബാ ബാന്ന് കിടന്ന് വിളിക്കണം എന്തിനേ? ഓ, അളത്തി അലീന വെച്ചെത്തി. അലീനയല്ല, മെർലിൻ. ഈ അലീനയും മെർലിനും മൊത്തം തിരിഞ്ഞാണ്. എന്ത് പേര് കണ്ടുപിടിച്ചാണ് അലീന കൊച്ച്. എപ്പോഴും ചിരിച്ചോണ്ട് വരുന്ന പഞ്ചാബിൽ എവിടെയുള്ള കൊച്ചല്ലേ? ഗുജറാത്ത്. അത് തന്നെ, നല്ല കൊച്ച്. അലീനയുടെ പേരും രൂപമൊക്കെ അപ്പൂപ്പിന് നല്ല ഓർമ്മ ഉണ്ടല്ലോ. അത് ആ കൊച്ചി ഇവിടെ വന്ന് അങ്ങനെ വിളിക്കാൻ, അല്ലാതെ ഇങ്ങനെ ഓർമ്മിക്കുന്നത് കണ്ടാ ഓർമ്മ വരും. അത്രേ ഉള്ളു. പൈസ മക്കളെ എപ്പോഴും ഓർത്ത് വയ്ക്കാൻ പറ്റൂ. ഇപ്പം കിട്ടി പറഞ്ഞു. சங்கரமாமா, நீங்க சொன்னப்பதான் எவ்வளவு நாளாச்சுல அலீனாவெல்லாம் பார்த்துட்டு. പിന്നെ അല്ലാതെ ആന്റി, നമ്മൾ വിഷയത്തേന്ന് തെന്നി മാറുന്നു. മെർലിൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. മെർലിന്റെ കല്യാണം അടുത്ത വർഷം വീട്ടുകാർ നടത്തുമെന്ന് പറയുന്നത് ഉള്ളതാണോ? ஆமா சித்து, கண்டிப்பா நடத்தும். அவளோட அப்பா ஒண்ணு நினைச்சேனா നടത്തുവാര്. നടത്തും. അവന്റെ കുറച്ച് പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തും കാണിച്ചിടാന്നായിരിക്കും അവന്റെ വിചാരം. ഇവിടെ നടക്കൂല. ശങ്കര, ഒന്ന് മിണ്ടാതെ നിൽക്ക്. മെർലിന്റെ അച്ഛനെ കുറിച്ചാ പറയുന്നത്, അത് മറക്കണ്ട. ഭഗവാനെ, ഇങ്ങനത്തെ നല്ല നല്ല പിള്ളേരെ ഈ ദുഷ്ടന്മാർക്ക് മോളായിട്ട് കൊടുക്കണല്ലോ ഭഗവാനെ. അപ്പൂപ്പാ എന്തായി? മെർലിൻ, സത്യം പറഞ്ഞ ഇവിടുത്തെ വിഷയം കേശുവിന്റെ പ്രായമാണ്. ഏയ്, ജോലിയും കൂലിയും ഒന്നും വേണ്ട. ഒരു പെണ്ണിനെ നോക്കാനുള്ള ആസ്തി നമ്മുടെ കുടുംബത്തിനുണ്ട്. കേശു അവിടെ മാവിന്റെ ചോട്ടിൽ. മാവിൻ്റെ ചോട്ടില അവൻ പെണ്ണിനെയും പ്രാപിച്ചുകൊണ്ട് വന്നിട്ട് അവൻ മാവിൻ്റെ ചോട്ടിൽ മാങ്ങ പഠിക്കാൻ വായിക്കുന്നത്. വിളിയടി അവനെ. അപ്പൂപ്പാ, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. ഇതിപ്പോ പഴയ കാലഘട്ടമൊന്നും അല്ലല്ലോ, പുതിയ പിള്ളേരുടെ ടൈമല്ലേ. ആരുടെ കൂടെ ജീവിക്കുന്നോ അവരവരെ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇപ്പൊ മെർലിന്റെ കല്യാണം തന്നെ മെർലിന്റെ പെർമിഷൻ ഇല്ലാതെ മെർലിന്റെ വീട്ടുകാരെ നടത്തുന്നത് ഈ കാലഘട്ടത്തിന് പറ്റിയ പരിപാടിയല്ലെന്നാണ് എന്റെ അഭിപ്രായം. മക്കളെ, നീ ഇപ്പം പറഞ്ഞത് നല്ല കുടുംബക്കാർ ചെയ്യുന്ന പ്രവൃത്തി. പക്ഷേ
ഇവളെ തന്ത അങ്ങനെയുള്ളതല്ല. അപ്പൂപ്പ അപ്പൂപ്പന്റെ ഡാഡിയെ പറ്റി പറയണേ. മക്കളെ ഞാൻ പറഞ്ഞ കേള്. എന്നാ ഇവളെ തള്ള അപ്പൂപ്പ ഞാൻ പറയട്ടെ മക്കളെ, നല്ല തങ്കമായിട്ടുള്ള സ്വഭാവം, നമ്മളെ കുടുംബത്തിൽ ചേർന്ന പാർട്ടി. പക്ഷേ ഇവളെ തന്തേരെ സ്വഭാവം കണ്ട കാലവാരി തൂക്കി നടക്കലേ അടിക്കാൻ തോന്നും. അറിയാ ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ, ഒരു കാറ്റുപോലെ എൻ കൂടെ വന്നവൾ വഴിമറന്നു പോയോ, ഒരു കഥയായി അവളകലും അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി പടരും. അലയുമൊരു കാറ്റിൻ ഇതളുകളായി വിട പറയാൻ ഇന്നെന്തേ ഈ വഴിയിൽ വഴിമറയുമേതോ നിഴലിൽ വിരലുകളായി അരികിലൊരോമൽ തിരിയണയും നിമിഷമിതോ. ഈ ഷെഡ് എത്ര കാലമായല്ലേ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങളെല്ലാവരും കൂടെ അന്നൊരു പ്ലാൻ ഇട്ടായിരുന്നു, ഇവിടെ ഒരു ഈവനിങ് കഫേ തുടങ്ങാൻ വേണ്ടിയിട്ട്. പേരൊക്കെ ഇട്ട് മൂൺ, പിന്നെ നടന്നില്ല. ഓ എനിക്ക് ഓർമ്മയുണ്ടാ ഈ ഷെഡില് നമ്മൾ രണ്ടുപേരും ആദ്യം വന്ന ദിവസം? അന്നൊക്കെ ഞാൻ തൻ്റെ മനസ്സിൽ എങ്ങനെങ്കിലും ഒന്ന് സ്ഥാനം പിടിക്കാൻ വേണ്ടി കിടന്ന് ഓടി കഷ്ടപ്പെടുകയാണ്. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയാണല്ലേ. നമ്മളിങ്ങനെ പരിചയമില്ലാത്ത കുറേ ആൾക്കാരെ കാണും, ഓരോരോ ബന്ധങ്ങൾ സ്ഥാപിക്കും, പിന്നെ പിന്നെ നമ്മൾ പോലും അറിയാതെ ആ ബന്ധങ്ങളൊക്കെ അങ്ങ് വലുതാവും. കുറെ ആഗ്രഹങ്ങൾ മനസ്സിൽ വരും. ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ ചെറിയ ആഗ്രഹമൊന്നുമില്ല. ഒരു ജീവിതകാലം മൊത്തം നീളമുള്ള ആഗ്രഹമായിരിക്കും. അവസാനം ചിലതൊക്കെ അങ്ങനെ തന്നെ അങ്ങ് പോവും. ഇല്ലടോ, ഇപ്പൊ ഇത് കൈവിട്ടു പോയതല്ലേ. അപ്പൊ കൈവിട്ടു പോയെന്ന് നീ തീരുമാനിച്ചോ? എന്റെ പൊന്നു മെർലിനെ, പിന്നെ ഞാൻ അല്ല പിന്നെ വേറെ എന്ത് പറയണമെന്ന് നടത്താൻ പറയണേ? താൻ ചുമ്മാ എന്നെ നിലയിലെ കഴുത്തിൽ താത്തല്ലേ കേട്ടാ. എനിക്കെല്ലാം കൂടെ ആലോചിച്ചിട്ട് ചുമ്മാ ഭ്രാന്ത് പിടിക്കുകയാണ് ഇവിടെ. എനിക്കറിയാം കേശു, പക്ഷെ എന്തോ ദിവസങ്ങൾ കഴിയുന്തോറും ഉള്ളിലൊരു പേടി പോലെ, ധൈര്യമൊക്കെ മൊത്തത്തിൽ ചോർന്നു പോകുന്നു. കാണുന്നവർക്ക് നമ്മുടെ ഇഷ്ടം വെറും കുട്ടി പ്രേമ മാത്രമായിരിക്കും. പക്ഷെ നമുക്കല്ലേ അറിയുള്ളൂ നമ്മളെത്ര സീരിയസ് ആണ്. കാണുന്നവരെന്തേലും പറയട്ടെ, നമുക്കെന്തൊരു, നമ്മുടെ ഇഷ്ടം നമുക്കിറങ്ങിയാൽ പോലെ. മനുഷ്യന് കഴിയാത്തത് കർത്താവിന് കഴിയുമെന്നല്ലേ പറയുന്നത്. അവിടുത്തെ തീരുമാനങ്ങളല്ലേ നടക്കൂ. ഇനി കർത്താവ് തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന്. എന്നാ ഞാൻ പോട്ടെ. ഒന്നിനെ ഒരു കണക്കിന് പറഞ്ഞ നമ്മള് കാണാതിരിക്കണായിരുന്നല്ലേ നല്ലത്. അതാകുമ്പോ പിന്നെ ഇത്രയും പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നല്ലേ. താനും സന്തോഷമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരാളാ. ഇപ്പൊ ചുമ്മാ ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ. തനിക്കിപ്പോഴും എന്നോട് ദേഷ്യമാണോ
അതോ പഴയ പോലെ സ്നേഹമുണ്ട്? എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല കേശു. എനിക്ക് ദേഷ്യം എന്നോട് തന്നെ. പറഞ്ഞേ, ചുമ്മാ കരയിലതോ ലിച്ചേച്ചിക്ക് പറഞ്ഞു. നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? ഞാൻ അവിടെ മൊത്തം തപ്പി കിടക്കുമായിരുന്നു. കരഞ്ഞല്ലേ? ഏയ് ഇല്ല ചേച്ചി. എന്താടാ ഇത്? ലിച്ചി ഭയങ്കര സമാധാനവും സന്തോഷമൊക്കെ ഉള്ളതുകൊണ്ടേ ഇങ്ങനെ ഒന്നും. സത്യം പറയുന്നത് വിഷയമാണല്ലോ. ഞങ്ങൾക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല. എല്ലാം ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനേ പറ്റുന്നുള്ളൂ. എന്താ ചേച്ചി എന്നാ നോക്കണേ? ഓ ഇനിയിപ്പോ എന്നെ എന്തേലും 10 പള്ളു പറ. അതാകുമ്പോ പിന്നെ കുറച്ച് സമാധാനം കിട്ടുമല്ലോ ചേച്ചിക്കെങ്കിലും. എടാ നിന്നെ ഞാൻ എന്ത് പറയാനാ? 2 പേരോടും ചേർന്ന് ഒരു കാര്യം പറയാനുള്ളൂ. ദയവേത് ഈ എടുത്തയാട് തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി. ഞാൻ ഇറങ്ങട്ടെ. ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞിറങ്ങിയതാ വീട്ടിൽ നിന്ന്. ഡാഡി ഉണ്ട്, ഇപ്പൊ തുടങ്ങും വിളി. എന്ത് പോക്കത്? സിദ്ധുവിന്റെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് പോവാം. വാ വാ. നീ വന്നില്ലടാ? ഇല്ല ചേച്ചി, ഞാൻ കുറച്ചുകൂടെ നിന്നിട്ട് വരാം. എടാ വാടാ. കുഴപ്പമില്ല ചേച്ചി, ചെല്ലേ. അപ്പൂപ്പ, അപ്പൂപ്പനെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നേ? ഞാൻ വെറുതെ നോക്കി മക്കളെ. ആ അപ്പൂപ്പൻ ഇവിടെ ഇരിക്കുവായിരുന്നു. ഞാൻ ഓർത്തേ അപ്പൂപ്പൻ നല്ല ഉറക്കത്തിലായിരിക്കും. മറന്നില്ല. അതെന്താ ഉറക്കം വരാത്തെ? ഉച്ചയ്ക്ക് സാധാരണ 2 അടിച്ചിട്ട് കയറി കിടക്കും. 2 അതൊക്കെ തരാന്ന് എപ്പം തന്നിരിക്കും. നടക്കടക്ക്. നിങ്ങളെവിടായിരുന്നു? ഒന്നും പറയണ്ട. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 2 പേരും കൂടെ ആ പാറമടയുടെ അവിടെ ഇരുന്ന് വൻ ചർച്ച. അങ്ങോട്ട് പോയപ്പോഴല്ലേ മനസ്സിലായത് ഒരാൾ അവിടെ കിടന്ന് കരച്ചിലും പിഴിച്ചിലും. മെർലിൻ ചേച്ചി കരഞ്ഞാ? അയ്യോ, എന്താ മോളുടെ മുഖമല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. ஐயோ அம்மா, அவளோட கண்ணை பாருங்க, ரொம்ப அழுத மாதிரி தெரியுது. നിങ്ങളെല്ലാം കൂടെ പറഞ്ഞു പറഞ്ഞ് ആ കൊച്ചിനെ കരയിപ്പിക്കേ ഉള്ളൂ. അതാ കരയും. എന്തോന്ന് മെർലിനെ ഇങ്ങനെ ഒന്ന് കരയല്ലേ? ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാം, എന്തെങ്കിലൊക്കെ ചെയ്യാം. എന്തിരിയേ എന്ന് അവനെ കണ്ട് പിടിച്ചിറങ്ങി 2 ചിപ്പാവ് ചോക്കി കൊടുത്തിട്ട് പിള്ളേരെ കല്യാണം നടത്തി കൊള്ളാന്ന് പറയണം. മെർലിൻ, ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പോ മെർലിന്റെ കൂടെ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട്? മെർലിന്റെ വീട്ടിലേക്ക്. ഇപ്പം മെർലിന്റെ ഫാദർ അവിടെ ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും, വരണ്ട. അത് വന്നെന്താ കുഴപ്പം? അദ്ദേഹം നമ്മളെ പോലെ മനുഷ്യൻ തന്നെയല്ലേ, നമ്മളെ പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ലല്ലോ. ഞാനേ കേശുവിന്റെ അളിയനാ, സത്യം പറഞ്ഞ അവന്റെ ചേട്ടൻ തന്നെ. ഞാൻ വന്ന കാര്യങ്ങൾ സംസാരിക്കാം. வேண்டாம் சித்து, சொல்றத கேளு, ரொம்ப பிரச்சனை ஆயிடும். എന്തൊരു പ്രശ്നമാവാൻ? ഒരു പ്രശ്നമില്ല, നീ പോയിട്ട് വാടാ. ഇവിടെ ആമ്പിളരുണ്ടെന്നുള്ള അറിയിട്ട്. ജാങ്കോ, വെറുതെ വിൽസൺ ഗോമസ് എന്ന് പറഞ്ഞാൽ ആ വള്ളിയെടുത്ത് തലയിൽ വെക്കണോ? എന്റെ ലച്ചു, നമ്മളെ ചെന്ന് സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും മെർലിനെ അവര് കെട്ടിച്ചു വിടും. ഇനിയിപ്പോ നമ്മളെ സംസാരിക്കാത്തതിന്റെ പേരിൽ കേശുവിനെ അവര് കൺസിഡർ ചെയ്തില്ല എന്ന് വേണ്ട. അതുകൊണ്ട് ഞാൻ പോയി സംസാരിക്കാം. അളിയ വിചാരിക്കുന്ന പോലെയല്ല, ഡാഡിയുടെ സ്വഭാവം ഒരു പ്രത്യേക ടൈപ്പാ. മെർലിനെ, ഞാൻ ദുബായില് പല രാജ്യക്കാരായിട്ടും പല സ്വഭാവത്തിലുള്ള ആൾക്കാരായിട്ടും ഡീൽ ചെയ്തിട്ടുള്ളതാണ്. അതിന് മേളൊന്നും വരത്തില്ല ഡാഡി. സിദ്ധുവേ, വെറുതെ ഇപ്പൊ പോയി സംസാരിച്ചാലേ ചിലപ്പോ രംഗം വഷളാവാൻ ചാൻസ് ഉണ്ട്. അതിപ്പോ സംസാരിച്ചില്ലെങ്കിലും വഷളാവും. ഞാൻ പോകുന്നു, മെർലിന്റെ ഫാദറിന്റെ അടുത്ത് മാന്യമായിട്ട് സംസാരിക്കുന്നു. എന്നിട്ടും നടക്കുന്നില്ല എങ്കിൽ 4 വരെ പിടിക്കുന്നു. എന്നിട്ടും സെറ്റ് ആവുന്നില്ലെങ്കിലേ നമ്മൾ ഈ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുന്നു. മെർലിനെ വാപ്പോ. എടോ പേടിക്കണ്ട, എല്ലാം സെറ്റാക്കാം. നീ എനിക്ക് തരാന്നൊരു സാധനം താടേ. ഓ അത് അപ്പൂപ്പ,
ഷുഗർ ഒക്കെ ഉള്ളതാ, ശ്രദ്ധിച്ച് കഴിക്കണം കേട്ടാ. അളിയാ ഹാപ്പി വാ നമുക്ക് കൂട്ടുകാരാ. ഹലോ 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 ആ ഇപ്പൊ കേക്കാം, പറ. എന്ത് എന്റെ സിധു, നീ ഒന്ന് നിർത്തി നിർത്തി പറയുന്നത് മനസ്സിലാവണല്ല. കുഴിപ്പള്ളത്താ? അതിന് നീ എപ്പോഴും കുഴിപ്പള്ളത്ത് പോയേ? അതിന് ഞാൻ എന്തിനാ കുഴിപ്പള്ളത്തേക്ക് വരണേ? ആ നീ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കാൻ പോടെ? എടാ അതിന് ഞാൻ എന്തിനാ ഫോൺ സ്വിച്ച് ഓഫ്? ഹലോ, എന്തത്? ആര് മോളെ? സിദ്ധു, അവൻ കുഴിപ്പളത്തെത്തിന്ന് എന്റെ അടുത്തും കുഴിപ്പളത്തേക്ക് എല്ലാം പറഞ്ഞ്. അതല്ല എനിക്ക് മനസ്സിലാവത്തെ. അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പോവാ, എന്റെ അടുത്തും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. ആ അളിയൻ കുഴപ്പമുള്ള തോ എന്തിന്? ആ എനിക്കറിയോ. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പറഞ്ഞ? ആ ചേച്ചി സ്വിച്ച് ഓഫ് ചെയ്യാൻ പോണോ? അല്ല, ഇനിയിപ്പോ സിദ്ധു എങ്ങാനും വിളിച്ചതിന് എനിക്കറിയില്ലല്ലോ. ഞാൻ എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കണേ? അളിയൻ എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കാൻ പറഞ്ഞത്? അതല്ലേ പറഞ്ഞ എനിക്ക് അറിയാൻ പാടുള്ളത്. ചേച്ചി, ഞാൻ ഈ നേരത്തെ മെർലിനെ വിളിച്ചായിരുന്നു, അപ്പൊ മെർലിൻ എടുത്തില്ല. അളിയ അങ്ങോട്ട് പോയതല്ലായിരുന്നോ? അതെ, മെർലിന്റെ ഡാഡിയുടെ അടുത്ത് സംസാരിക്കാൻ പോയത്. അതെ, സിദ്ധു നിന്റെ കൂടെ അല്ല വന്നേ? ഇവിടെ ഇല്ലേ? ഇല്ല. അല്ല, ഇപ്പൊ വിളിച്ചപ്പോ കുഴിപ്പള്ളത്ത് പോയെന്ന് പറഞ്ഞു. എന്താ, എന്ത് പറ്റി? കുഴിപ്പള്ളത്താ? ആകെ പ്രശ്നായി. എന്റെ പൊന്നു മെർലിനെ, നീ ആദ്യം കാര്യം പറ. ഞാനും സിദ്ധുളിനും കൂടി എന്റെ വീട്ടിൽ പോയില്ലേ സംസാരിക്കാനായിട്ട്. ആ അവിടെ ചെന്നപ്പോ ഡാഡി അവിടെ ഉണ്ട്. അങ്ങനെ സിദ്ധുളിയും ഡാഡിയോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴാണ് ഡാഡിക്ക് മനസ്സിലാവണത് ഇവന്റെ അളിയനാണ് സിദ്ധുളിയെന്ന്. അപ്പൊ അത് ആദ്യം പറഞ്ഞില്ലായിരുന്നു അതെന്റെ അളിയനാണെന്ന്? ഇല്ലെന്നേ, നിന്റെ അളിയനാന്ന് അറിഞ്ഞതും ഡാഡിക്ക് ആകെ പൊളിഞ്ഞ് ഇതെന്റെ വീടാ, ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് സിദ്ധുളിനെ പിടിച്ചൊരു ഒറ്റ തള്ളല്. ദൈവമേ, എന്നിട്ടെന്താ, സിദ്ധുളിന് ആകെ ദേഷ്യം വന്ന് ഗേറ്റിന്റെ വെളിയിൽ പോയി റോഡിൽ പോയി നിന്ന്. എന്നിട്ട് ഇത് നിന്റെ തന്തയുടെ വകയല്ലല്ലോടെ വിൻസെന്റ് ഗോമസെ, ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാന്ന്. ദൈവമേ, തന്തയ്ക്ക് വിളിച്ചവൻ. ആ ഓ ഷിറ്റ്. തന്തയ്ക്ക് വിളി കേട്ട ഡാഡി അതേ ഫോഴ്സിൽ ഓടിച്ചെന്ന് സിദ്ധുളിനെ ഒരൊറ്റ തള്ളല്. എന്നിട്ട് മല പോലെ നിൽക്കണ സിദ്ധുളിനെ എങ്ങനെ അനങ്ങാൻ? ആ ദേഷ്യത്തില് സിദ്ധുളിൻ ഡാഡിയെ വെറുതെ ഒന്ന് തോണ്ടി. ഡാഡി ദേ പറന്ന് ഗേറ്റുമ്പോ പോയി കിടന്ന്. എന്നിട്ട് ഡാഡി ഓടി വീട്ടിൽ കയറി. എന്നിട്ട് അവിടുന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് നിനക്കെതിരെ ഞാൻ വീട്ടിൽ കയറി അതിക്രമിച്ചതിന് കേസ് കൊടുക്കുന്നു. അത് കേട്ടതും അളിയൻ ഒരൊറ്റ ഓട്ടം കൊടുത്തതാ. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഉണ്ടോന്ന് അറിയാനാ ഇങ്ങോട്ട് വന്ന്. അപ്പാ ഓടിയ ഓട്ടം നേരെ കുഴിപ്പളത്തേക്കാടാ പോയത്. ആകപ്പാടുള്ള ഒരു അവസാനത്തെ പ്രതീക്ഷയായിരുന്നു, അതും കൊണ്ടുപോയി കളഞ്ഞു. ഇങ്ങനാണോ ചേച്ചി കാര്യമൊക്കെ പറഞ്ഞ ഇപ്പൊ സെറ്റാക്കി തരാടാ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത്? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.